നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. ഗണഗീതം പാടിയത് ദേശഭക്തി ഗാനമെന്ന നിലയിലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ PK ഡിൻഡോ. സൈബർ ആക്രമണം രൂക്ഷമെന്നും കുട്ടികൾ ഭയത്തിലെന്നും പ്രിൻസിപ്പൽ. ഗണഗീതത്തിൽ എവിടെയാണ് കുഴപ്പമെന്ന് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സംഗീതം ആസ്വദിക്കാനുള്ളതെന്നും അതിൽ ജാതിമത ഭേദമില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ്. ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ്. പ്രോട്ടോകോളിലുള്ള ചികിത്സ നൽകിയെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കും. അന്തിമ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഡോക്ടർ ഹാരിസിന്റെ പരാമർശങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടും. വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം ആക്ഷേപങ്ങളെ തുടർന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഗണഗീത വീഡിയോ ദക്ഷിണ റെയിൽവേ വീണ്ടും Xൽ പങ്കുവച്ചു. ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോട് കൂടിയാണ് പോസ്റ്റ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് മന്ത്രി V ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ആക്ഷേപങ്ങളെ തുടർന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഗണഗീതം ദക്ഷിണ റെയിൽവേ വീണ്ടും Xൽ പങ്കുവച്ചു. ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോട് കൂടിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ സ്കൂളിലെ പാട്ടുപാടി എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് പോസ്റ്റ്. സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതോടെയാണ് വീണ്ടും പോസ്റ്റ് ചെയ്തതെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കി. എന്നാൽ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള CPMന്റെ ശ്രമമാണ് നടക്കുന്നതെന്നും ഗാനത്തിന്റെ ഒരു വാക്ക് പോലും RSSനെ പരാമർശിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. RSS പാടുന്ന വന്ദേ മാതരം പാർലമെന്റിൽ പാടുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. അല്ല, ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേ മാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, BJPയുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSന്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർ അത് പാടുന്നതുകൊണ്ട് ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? കുട്ടികൾ അപ്പോൾ തോന്നിയത് ചെയ്തതാകാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സംഗീതത്തിന് ജാതി മതഭാഷ ഭേദമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ചടങ്ങിൽ ഗണഗീതം പാടാൻ അനുവദിക്കരുതെന്നും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ KP. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ ആവശ്യപ്രകാരമാണ് പാടിയത്. ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമാണ് പാടിയത്. സ്കൂളിൽ ഗണഗീതം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. വിവാദമുണ്ടായതോടെ കുട്ടികൾ ഭയത്തിലാണ്. കുട്ടികളുടെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. സൈബർ ആക്രമണവും രൂക്ഷമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് ചോദിച്ചത് വിഷമമുണ്ടാക്കിയെന്നും പ്രിൻസിപ്പൽ കട്ടപ്പനയിൽ പറഞ്ഞു. ഇന്നലെ നടന്ന വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിനിന്റെ ആദ്യ റണ്ണിൽ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ 5 സ്കൂളുകളെ സെലക്ട് ചെയ്തു. അതിലൊന്നും നമ്മുടെ സ്കൂളാണ്. നമ്മുടെ 20 കുട്ടികളും 2 അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തത്. യാത്രാമധ്യേ ഏതോ ഒരു മീഡിയ, ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം, അവര് കുട്ടികളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു, വന്ദേ മാതരം വെറും മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനം ഒന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രമേ.
അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്ന് ഇത് രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്ര മദാമി മണ്ണിൽ ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ്, അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ്. അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. പല നിറം എന്നുള്ള ആശയം കളേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജാതി, നമ്മുടെ പല റിലീജിയൻ, പല ഭാഷകൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ്. ഇത് എല്ലാം കൂടെ കൂടി ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം. ഇതിന്റെ ആശയം എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടിയേക്കും. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദ്രോഗിയായിരുന്ന വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. എന്നാൽ ദിവസങ്ങളോളം നേരിട്ട അവഗണനയ്ക്കൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നതിനാലാണ് ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന വാദവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നതോടെ ആ വാദം അപ്രസക്തമായി. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് നാളെ റിപ്പോർട്ട് കൈമാറും. വേണുവിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അന്വേഷണ സമിതിക്ക് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് സൂചന. സംഭവത്തിൽ DMEയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തറയിൽ കിടത്തി ചികിത്സ നൽകുന്നത് എത്രമാത്രം പ്രാകൃതമാണെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളെക്കുറിച്ച് പൊതുവേദിയിൽ വിമർശിച്ച ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത അതൃപ്തിയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. ഡോക്ടറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ സാധിക്കുമോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. പ്രസ്താവന മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്തു നടന്ന പൊതുപരിപാടിയിലായതിനാൽ വിശദീകരണം തേടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പ് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകർത്തത് ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? ഹാർട്ട് പേഷ്യൻസ് ആണ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കിടക്കുന്ന ആളെ നിലത്ത് കിടത്തുവാണ്. വിരിപോലും ഇല്ല കൊടുക്കാൻ വേണ്ടി, നിലത്ത് കിടന്നോളാൻ പറയുകയാണ്. അല്ലാത്ത അസുഖം വന്നോ മരിച്ചു പോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആളെ പിന്നെ 6 ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല. അതാണ് മരണകാരണം. അയാളെ പരിശോധിച്ച ആൾ നടപടി സ്വീകരിക്കണ്ടേ? എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാര് വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഡോക്ടർമാരുള്ള കൂടിക്കാഴ്ച. ശമ്പള കുടിശ്ശിക അനുവദിക്കുക എന്നതാണ് ഡോക്ടർമാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ വിഷയമാകും. KGM-CTA നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ചർച്ചയിൽ തൃപ്തികരമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ സംസ്കൃത വിഭാഗം മേധാവി ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കേസെടുത്തു. ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന വിപിൻ വിജയൻ നൽകിയ പരാതിയിലാണ് വിജയകുമാരിക്കെതിരെ SC/ST നിയമങ്ങൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശ്രീകാര്യം പോലീസ് കേസെടുത്തത്. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ട, പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു എന്നതുൾപ്പെടെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ വകുപ്പ് മേധാവി നടത്തിയെന്ന പരാതിയിലാണ് നടപടി. വിപിൻ വിജയന്റെ പ്രബന്ധത്തിന് അംഗീകാരം നൽകരുതെന്ന് ഡീൻ മുൻപ് VC-ക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ ഗൗരവമുള്ള
ഉൾപ്പെടെയുമുള്ള ആരോപണം ഉന്നയിച്ച് വിപിൻ രംഗത്ത് വന്നത്. പുലയനെ എന്തിനാണ് ഡോക്ടർ വാൽ എന്ന് അധ്യാപിക ചോദിച്ചെന്ന് പരാതിയിൽ പറയുന്നു. ശബരിമലയിൽ നിന്ന് മാരീജന്മാരെ അകറ്റി നിർത്തുമെന്നും ഒരു പ്രൊഫഷണൽ സംവിധാനം കൊണ്ടുവരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഏറ്റവും സാധാരണക്കാരനായ ഭക്തന് തൊഴുതു മടങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ആദ്യം ചെയ്യുക. ഗുരുതരമായ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്ന സംവിധാനം ശബരിമലയിൽ ഉണ്ടാകണം. ഈ തീർത്ഥാടനം ഭംഗിയായി നടത്താനാണ് പ്രഥമ പരിഗണനയെന്നും കെ ജയകുമാർ പറഞ്ഞു. അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരും ദേവസ്വം ബോർഡും കടുത്ത പ്രതിരോധത്തിലായ വേളയിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുന്നത്. സ്പെഷ്യൽ കമ്മീഷണറായും ഹൈപ്പവർ കമ്മിറ്റി ചെയർമാനായും ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കെ ജയകുമാറിന് പുതിയ ചുമതലയിൽ തെല്ലും ആശങ്കയില്ല. തികച്ചും സാധാരണക്കാരനായ ഭക്തന് യാതൊരു തടസ്സവുമില്ലാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കർത്തവ്യമെന്ന് നിയുക്ത പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു. സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ആവശ്യമായ സംവിധാനങ്ങളിലൂടെ ഒരു പ്രൊഫഷണലിസം ശബരിമലയിൽ നടപ്പാക്കാനായാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമെന്ന് കെ ജയകുമാർ പറയുന്നു. നമ്മളെല്ലാം ഇതിനകത്ത് വരാൻ പോകുന്ന എല്ലാ അബറേഷനെ പറ്റിയും മിസ്യൂസിനെ പറ്റിയും നമ്മൾ ബോധവാനാവണം. അങ്ങനെയല്ല, യു ഓൾവേസ് പ്ലാൻ ഫോർ ദ മിസ്യൂസ്. ഏറ്റവും സമർത്ഥനായ കള്ളന് വേണ്ടിയിട്ടാണ് ഒരു സെക്യൂരിറ്റി സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതല്ലേ, ചെറിയ ചൊറിക്കള്ളന് വേണ്ടിയിട്ടല്ല. അവന് ഏറ്റവും സമർത്ഥനായിട്ടുള്ള മോസ്റ്റ് ബ്രില്യൻ തീഫ്, അവനെ പിടിക്കാൻ എൻ്റെ സിസ്റ്റം കൊള്ളാമെങ്കിൽ മൈ സിസ്റ്റം ഈസ് ഗുഡ് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാകുമെങ്കിൽ ഇറ്റ് ബിക്കം വെരി പ്രൊഫഷണൽ. എല്ലാ മാരീജന്മാരെയും ശബരിമലയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തും. ഇടനിലക്കാരെയും അവതാരങ്ങളെയും ഇല്ലാതാക്കുക വെല്ലുവിളിയല്ല എന്നും മുൻ ചീഫ് സെക്രട്ടറി ഉറപ്പിച്ചു പറയുന്നു. നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന മാരീജന്മാരൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. മാരീജനാണല്ലോ, ഓരോ മാരീജന്മാർ വരും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അത്തരത്തിലുള്ള മാരീജ പ്രവൃത്തികളൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. വരുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഈ മണ്ഡലകാല തീർത്ഥാടനം കുറ്റമറ്റതാക്കി നടത്താനാണ് ആദ്യ പരിഗണനയെന്നും ദേവസ്വം ബോർഡിന്റെ നിയുക്ത പ്രസിഡന്റ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻമന്ത്രിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. പുനലൂരിൽ നിന്നുള്ള നേതാവാണ് കെ രാജു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ തീരുമാനിച്ച സാഹചര്യത്തിൽ സാമുദായിക സമവാക്യം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് കെ രാജുവിനെ പരിഗണിച്ചത്. നേരത്തെ CPI പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തിരുന്നത്. കെ ജയകുമാറും വിളപ്പിൽ രാധാകൃഷ്ണനും ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാകുമെന്ന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചതായാണ് സൂചന. തുടർന്ന് വിളപ്പിൽ രാധാകൃഷ്ണനെ ഒഴിവാക്കി മുൻ മന്ത്രി കൂടിയായ കെ രാജുവിനെ CPI ആസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്നാണ് വിളപ്പിൽ രാധാകൃഷ്ണനെ ഒഴിവാക്കുകയും പകരം കെ രാജുവിനെയും പരിഗണിക്കുകയും ചെയ്തത്. കെ രാജുവിനെ ദേവസ്വം ബോർഡ് അംഗമായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കട്ടിളപ്പാളിയും ദ്വാരപാലക പാളികളും കടത്താൻ ആസൂത്രണം നടത്തിയത് എപ്പോഴാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സമാനമായ രീതിയിൽ ശ്രീകോവിലിന്റെ വാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയിരുന്നു. ഇതിലുൾപ്പെടെ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും. നവകേരള സർവേ സർക്കാർ ചെലവിൽ വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-നും LDF-നും രാഷ്ട്രീയ പ്രവർത്തനവും സ്ക്വാഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ ചെലവിൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞു. അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും. നാട്ടുകാരുടെ നികുതി പണം, ഒന്നാമത്തെ കേരളം കടത്തിന്റെ കാണാക്കായങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 നയാ പൈസ എക്സക്കറിലില്ല. കടം മേടിച്ച് സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിന്റെ പേരിൽ, നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും
എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കുകയാണ്, എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. 122 സീറ്റിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 14-നാണ് വോട്ടെണ്ണൽ. ഒന്നാം ഘട്ടത്തിലെ പോലെ രണ്ടാം ഘട്ടത്തിലും റെക്കോർഡ് പോളിംഗ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ കണ്ടതെന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം. അതേസമയം ഭരണവിരുദ്ധ വികാരമാണ് പോളിംഗ് ശതമാനം ഉയർത്തിയതെന്ന് മഹാസഖ്യം അവകാശപ്പെടുന്നു. അതിനിടെ VVPATകൾ വഴിയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മോക്ക് പോളിന്റെ VVPATകളാണ് റോഡിൽ നിന്ന് കിട്ടിയതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സംഭവത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കി. ഡിസംബർ 1 മുതൽ 19 വരെയാണ് ശൈത്യകാല സമ്മേളനം നടത്തുക. സാധാരണ നവംബർ അവസാന ആഴ്ചയിലാണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ നവംബർ 25 മുതൽ ഡിസംബർ 20 വരെയായിരുന്നു സമ്മേളനം. അർത്ഥവത്തായ സമ്മേളനമായി ഈ ഘട്ടത്തെ മാറ്റണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പാർലമെന്റിനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് സമ്മേളന സമയം വെട്ടിച്ചുരുക്കിയതെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനൂഷ് എന്നിവരാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഋഷി, ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറ്റൂരിൽ നിന്ന് മടങ്ങി വരുമ്പോൾ രാത്രി 11 മണിയോടെ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. മരത്തിലിടിച്ച കാർ വയലിലേക്ക് മറിയുകയായിരുന്നു. കാറിന് മുന്നിൽ കാട്ടുപന്നി ചാടിയപ്പോൾ വെട്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട്. സുഹൃത്തുക്കളായ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ PP മഹാദേവൻ പിള്ള അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അസുഖബാധയെ തുടർന്ന് ദീർഘകാലമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. കൊട്ടാരക്കര SG കോളേജിൽ അധ്യാപകനായിരുന്ന ഇദ്ദേഹം 2018 മുതൽ 2022 വരെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. ഡോക്ടർ മഹാദേവൻ പിള്ളയടക്കം 9 വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ ചാൻസലറും ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് നീക്കം നടത്തിയെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് കാലാവധി പൂർത്തിയാക്കിയത്. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ, വകുപ്പ് മേധാവി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. നാളെ കേരള യൂണിവേഴ്സിറ്റിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കരിക്കും. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ വാഹനാപകടം. മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറി. ക്രെയിൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. പുലർച്ചെ 5 മണിയോടെ കണ്ണാടിക്കാട് ഭാഗത്തായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റ ക്രെയിൻ ഡ്രൈവറെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. വഴിവിളക്കുകൾ ശരിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ക്രെയിൻ. അതിനിടയിലാണ് ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചത്. സ്വകാര്യ കണ്ടെയ്നർ യാർഡ് ജനജീവിതത്തിന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ. എറണാകുളം പുതുവൈപ്പിൽ പ്രവർത്തിക്കുന്ന കണ്ടെയ്നർ യാർഡിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ഇടുങ്ങിയ വഴിയിലൂടെ കണ്ടെയ്നർ ലോറികൾ പോകുന്നത് മൂലം അപകടങ്ങളും പതിവാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച് 8 വയസ്സുകാരിക്ക് ലോറി ഇടിച്ച് കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. പുതുവൈപ്പ് ബെൽബോ ജംഗ്ഷനിലെ ജനങ്ങളാണ് കണ്ടെയ്നർ യാർഡിലേക്ക് എത്തുന്ന ലോറികൾ മൂലം ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെയാണ് ലോറികൾ എത്തുന്നത്. ടൺ കണക്കിന് ഭാരവും വഹിച്ചു വരുന്ന ലോറികൾ ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. വാഹനങ്ങളുടെ കുലുക്കം മൂലം റോഡിന് ഇരുവശത്തുമുള്ള വീടുകൾ തകർച്ചയുടെ വക്കിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളീ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതപ്പ് പ്രദേശമാണ്. ഈ ചതപ്പ് പ്രദേശത്ത് കൂടിയാണ് ഈ വരുന്ന ഹെവി ലോഡുകൾ കയറിപ്പോകുന്നത്. ആ ഈ ഹെവി ലോഡുകൾ കയറിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമി പിന്നെ സ്പ്രിങ് പോലെ വാടുകയും ഈ വീടുകൾക്കൊക്കെ വിള്ളൽ വരുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്രയും ഭീകരാന്തരീക്ഷം നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതുപോലുള്ള വലിയ വലിയ ലോഡുകൾ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാഫിയ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരക്ക് നീക്കം നടക്കുമ്പോൾ ഒരേ സമയം 100 കണക്കിന് ലോറികളാണ് യാർഡിലേക്ക് എത്തുന്നത്. ഇതുമൂലം അപകടങ്ങളും പതിവായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 8 വയസ്സുകാരിയെ ലോറി ഇടിച്ചത്. കാലിന് ഗുരുതര പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. കുട്ടിയെ ഇടിച്ചിട്ട ലോറി നിർത്താതെ പോകുകയായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഞാൻ കടയിൽ പോയ എൻ്റെ ബേക്കിൽ കൊച്ചി എന്നെ അന്വേഷിച്ച് വരുന്ന സംഭവത്താണ് വണ്ടി ഇങ്ങനെ മുട്ടിയേക്കണത്. അത് മുട്ടിയ ഉടനെ വണ്ടിക്കാർ നിർത്താതെ എന്താണ് ഇതാണെന്ന് അന്വേഷിക്കാതെ പോവുകയാണ് ചെയ്തത്. എൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഒടിവ് സംഭവിച്ചിട്ടുണ്ട് കാലിന്.
പിന്നെ അകൽച്ചയുണ്ട് എല്ല് തമ്മിൽ. ആ അകൽച്ച ഉള്ളത് അവർ വലിച്ചിട്ടിട്ട് പ്ലാസ്റ്റർ ഇട്ടേക്കണേ. ആ വലിച്ചിട്ടേക്കണത് സക്സസ് ആയില്ലെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങണമെങ്കിൽ. അതുകൊണ്ട് ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല എന്താകും ഏതാവുന്നൊന്നും. യാർഡ് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏക്കർ കണക്കിന് പുറംപോക്ക് ഭൂമി കയ്യേറിയാണ് യാർഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്. യാർഡ് ഇവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ പലതവണ പ്രതിഷേധം നടത്തിയിരുന്നു. അധികാരികൾ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കുറച്ചു കാലങ്ങളായിട്ട് ഭൂമാഫിയ വഴി മേടിച്ചിട്ട ഈ ചതുപ്പ് പ്രദേശവും നമ്മുടെ ജലം പോണ തോടുകളൊക്കെ നികത്തി ഈ ഒരു വലിയ മുതലാളി എബ്രഹാം എന്ന് പറഞ്ഞ മുതലാളി ഒരു കുറച്ച് സ്ഥലം മേടിച്ചത് ഈ കണ്ടെയ്നർ യാർഡിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എന്നിട്ട് അവരത് റെൻറ്റിനായിട്ട് കണ്ടെയ്നർ യാർഡ് ആയിട്ട് മറ്റുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ട് ഈ പ്രദേശത്ത് ഈ 3 മീറ്റർ വീതിയുള്ള ഈ വഴിയിൽ കൂടി നിരന്തരം, അതായത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1000കണക്കിന് കണ്ടെയ്നർ വണ്ടികൾ, അതായത് ഷിപ്പ് DP വേൾഡിൽ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ കണ്ടെയ്നർ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ നിന്നുള്ള കാലി കണ്ടെയ്നർ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്ന രീതിയിൽ വർഷങ്ങളായി. അമൃത ന്യൂസ്, കൊച്ചി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്നുവന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ റോബോട്ടിക്സ് ആൻഡ് മെക്കട്രോണിക്സ് 2025 സമാപിച്ചു. റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഇന്റലിജൻസ് സിസ്റ്റംസ് മേഖലകളിലെ വളർന്നുവരുന്ന ട്രെൻഡുകൾ, സാങ്കേതിക വിദ്യകൾ, നൂതന ആശയങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് അമൃത ഹട്ട് ലാബ്സിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ അമൃത ഹ്യൂമാനിറ്റേറിയൻ ടെക്നോളജി ലാബ്സിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കോൺഫറൻസും സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോയും നടന്നത്. അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഉദ്ഘാടനം ചെന്നൈ ബയോവേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ CEO കണ്ണൻ താജ്പൂർ സമ്പത്ത് നിർവഹിച്ചു. ഡൽഹി ATS മാനേജിംഗ് ഡയറക്ടർ രാമനാഥൻ ശ്രീനിവാസൻ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കേരള സെക്ഷൻസ് അധ്യക്ഷൻ ഡോക്ടർ BS മനോജ്, ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ഡോക്ടർ SN ജ്യോതി, ഡോക്ടർ രാജേഷ് കണ്ണൻ മേഘലിംഗം, ഡോക്ടർ രമ്യ എന്നിവർ പങ്കെടുത്തു. ഹട്ട് ലാബ്സിൽ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാവുന്ന തേങ്ങാ പൊതിക്കുന്ന യന്ത്രങ്ങൾ ചടങ്ങിൽ വെച്ച് കർഷകർക്ക് കൈമാറി. ഇന്ത്യയിലെയും വിദേശത്തെയും വാഹന നിർമ്മാതാക്കളുടെ സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോയിൽ വിപണിയിലെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ പ്രദർശിപ്പിച്ചു. വാഹനങ്ങൾക്ക് പുറമെ വിപണിയിലെ നൂതന ഇന്റലിജന്റ് മൊബിലിറ്റി സൊല്യൂഷനുകളും ഓട്ടോണമസ് വാഹന സാങ്കേതിക വിദ്യകളും എക്സ്പോയിൽ ശ്രദ്ധേയമായി. റോബോട്ടിക്സ്, AI, ഓട്ടോണമസ് സിസ്റ്റംസ് എന്നിവയിലെ അത്യാധുനിക വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രായോഗിക പരിശീലന സെക്ഷനുകൾ, റോബോ എക്സ്പോ എന്നിവയും ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. കോൺഫറൻസിന്റെ ഭാഗമായി റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഇന്റലിജന്റ് സിസ്റ്റംസ് എന്നിവയിലെ വളർന്നുവരുന്ന ട്രെൻഡുകൾ, സാങ്കേതിക വിദ്യകൾ, നൂതനാശയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന കോൺഫറൻസിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ, അക്കാദമീഷ്യന്മാർ, വിദ്യാർത്ഥികൾ, വ്യവസായ പ്രമുഖർ എന്നിവരാണ് അമൃതപുരിയിലെത്തിയത്. അമൃത ന്യൂസ്, കൊല്ലം. ചെസ് ലോകകപ്പിൽ നിലവിലെ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ D ഗുകേഷ് പുറത്ത്. 3ാം റൗണ്ടിൽ ജർമ്മനിയുടെ പെട്രിക് സ്വാനാണ് ഗുകേഷിനെ പരാജയപ്പെടുത്തിയത്. 55 നീക്കങ്ങൾക്കൊടുവിലാണ് ലോക റാങ്കിങ്ങിൽ 9ാമതുള്ള ഗുകേഷ് 75ാം റാങ്കിലുള്ള സ്വാനിനോട് തോറ്റത്. 4ാം സീഡ് അനീഷ് ഗിരിയും പുറത്തായി. എന്നാൽ അർജുൻ എരിഗൈസി, R പ്രഗ്യാനന്ദ, പ്രണവ് വെങ്കിട്ടരാമൻ, പെന്റല ഹരികൃഷ്ണ എന്നിവർ 4ാം റൗണ്ടിലേക്ക് കടന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.